വൺ വേ തെറ്റിച്ച സ്വകാര്യ ബസ്സുകളെ ആറ്റിങ്ങലിൽ ഡിവൈഎഫ്ഐ റോഡിൽ തടഞ്ഞു. പെർമിറ്റ് ഇതുവഴി ഉണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരാവകാശം വഴി അതായത് ഓണമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ചിലർ സ്ഥിരമായി അങ്ങ് ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് നല്ലത്. അത് പെർമിറ്റ് യഥാർത്ഥത്തിൽ കച്ചേരിയുടെ തന്നെയാണ് പെർമിറ്റ് ഉള്ളത്. ഇത് താൽക്കാലികമായി ചില സമയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ആരും ശ്രദ്ധിക്കപ്പെടാതെ വരുമ്പോൾ അവർ സ്ഥിരമായി അത് ഉപയോഗപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങൽ പാലസ് റോഡിലേക്ക് വൺ വേ തെറ്റിച്ചു വന്ന സ്വകാര്യ ബസ് വിദ്യാർത്ഥികളെ ഇടിച്ചിട്ട് അപകടം സംഭവിച്ചിരുന്നു. ഈ സംഭവത്തെ തുടർന്ന് കച്ചേരി ജംഗ്ഷൻ വഴി മാത്രമേ സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന കർശന നിർദ്ദേശം ആറ്റിങ്ങൽ പോലീസ് എല്ലാ ബസ് ജീവനക്കാർക്കും നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെ ശനിയാഴ്ച രാവിലെ മുതൽ ആറ്റിങ്ങൽ ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് പാലസ് റോഡിലേക്ക് സ്വകാര്യ ബസ്സുകൾ അപകടകരമായ രീതിയിൽ അമിത വേഗത്തിൽ ചീറിപ്പാഞ്ഞതാണ് പ്രശ്നങ്ങൾക്ക് ആരംഭം. ഇതിൽ പ്രകോപിതരായ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ബസ് തടഞ്ഞത്. വൺ വേ തെറ്റിച്ചുള്ള വാഹനങ്ങളുടെ ഗതാഗതം അപകടകരമാണെന്നുള്ളതിന് ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ ബസ് റോഡരികിൽ ഇടിച്ചിട്ടത്. പോലീസ് വിലക്കിയിട്ടും ബസ്സുകൾ അപകടകരമായ രീതിയിൽ വൺ വേ തെറ്റിച്ചു പോകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട്. പൊതുജനങ്ങളാകമാനം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ പോലീസിനും അതോടൊപ്പം RTOയ്ക്കും ഡിവൈഎഫ്ഐ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ആറ്റിങ്ങൽ പാലസ് റോഡ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിലെല്ലാം വൺ വേ ആയിരുന്നു. ഇപ്പോൾ അത് ടൂ വേ ആണ്. ജനങ്ങളെല്ലാം ബസ്സിൻ്റെ രണ്ട് റൂട്ട് വരുമ്പോൾ അമിതമായി പൊതുജനങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം RTOയുമായും പോലീസുമായി ചർച്ച നടത്തി ഇവിടെ വൺ വേ ആക്കുന്നൊരു നിലയുണ്ടായി. അപ്പോൾ അധികാരികൾ ഇന്നലെ അത് മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിന്മേലാണ് ഡിവൈഎഫ്ഐ ശക്തമായ സമരം സംഘടിപ്പിച്ചത്. രണ്ട് ബസ് വൺ വേ തെറ്റിച്ചു വന്ന രണ്ട് ബസ്സിനെ ഡിവൈഎഫ്ഐ തടയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റ് പ്രൈവറ്റ് ബസ്സുകളെല്ലാം സമരം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബസ് തടഞ്ഞതിനെ ചൊല്ലിയുണ്ടായ തർക്കം ഒടുവിൽ ആറ്റിങ്ങലിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്ന സാഹചര്യത്തിലെത്തി. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പൊതുഗതാഗതത്തിന് മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ മിന്നൽ പണിമുടക്ക്. ഈ മിന്നൽ പണിമുടക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അത് കാലാകാലങ്ങളായി അങ്ങനെ നടന്നു വരികയാണ്. ഇത്തരത്തിൽ യാത്രക്കാർക്ക് ഈ പറഞ്ഞ PSC ഉദ്യോഗാർത്ഥികൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ മിന്നൽ പണിമുടക്ക് നടത്തിയത് അത് ഹൈക്കോടതി വിരുദ്ധമാണ്. സ്വാഭാവികമായിട്ടും അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കും. ബന്ധപ്പെട്ട അധികാരികൾ അത് കേസെടുക്കുമെന്നാണ് കരുതുന്നത്. അരിയൊന്നും പോകാണ്ടത് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങി. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഇറങ്ങല്ലേ പറ്റുള്ളൂ. മറ്റ് സ്വകാര്യ ബസ്സുകൾ പാതി വഴിയിൽ ആളിനിറക്കി പ്രതിഷേധക്കാർ തടഞ്ഞിട്ട ബസ്സിന് പുറകിൽ കൊണ്ടിട്ടത് പ്രതിഷേധക്കാരും ബസ് തൊഴിലാളികളും തമ്മിൽ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കി. PSC ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളെ പെരുവഴിയിലാക്കിയാണ് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക്. പ്രശ്നത്തിൽ ആറ്റിങ്ങൽ പോലീസ് ഇടപെട്ട് കോടതി അലക്ഷ്യത്തിൽ ഉണ്ടാകാവുന്ന ഗുരുതര സാഹചര്യങ്ങളെക്കുറിച്ച് മിന്നൽ പണിമുടക്ക് ആഹ്വാനം ചെയ്തവരെ ബോധവാന്മാരാക്കിയതിനെ തുടർന്ന് പണിമുടക്ക് പിൻവലിക്കുകയായിരുന്നു. വൺ വേ സംവിധാനം ഒരുക്കിയിരുന്ന ആറ്റിങ്ങൽ പാലസ് റോഡ് ഇക്കഴിഞ്ഞ ഓണത്തിരക്ക് കണക്കിലെടുത്താണ് താൽക്കാലികമായി ടൂ വേ ആക്കിയത്. വീതി കുറഞ്ഞതും ജനത്തിരക്ക് കൂടിയതുമായ ഈ റോഡിൽ 25ലധികം സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ ആറ്റിങ്ങലിലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്കൂളുകളും പ്രവർത്തിക്കുന്നു. ചിറയിൻകീഴ് കടക്കാവൂർ ഭാഗത്തു നിന്ന് എത്തുന്ന സ്വകാര്യ ബസ്സുകൾ പാലസ് റോഡ് വഴി സർവീസ് നടത്തുന്നത് മൂലം കോടതി, പോലീസ് സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ തുടങ്ങി നിരവധി സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവർക്ക് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി കാൽനടയായി ഇവിടെ എത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വകാര്യ ബസ്സുകൾ ഇത്തരത്തിലുള്ള പെർമിറ്റ് വയലേഷൻ നടത്തുന്നത് യാത്രക്കാർ മാസങ്ങൾക്ക് മുമ്പേ മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികാരികൾ ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. കൂടാതെ സ്വകാര്യ ബസ്സുകളുടെ ഈ റോഡിലൂടെയുള്ള മരണപ്പാച്ചിലും അപകട സാധ്യതകളും നിരവധി തവണ പത്രമാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നെങ്കിലും അതിന് ഒരു താൽക്കാലിക പരിഹാരം കാണാൻ പോലും ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും വേണ്ടി ഭരണപക്ഷത്തിലെ തന്നെ ഡിവൈഎഫ്ഐ, SFI തുടങ്ങിയ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ഉയർത്തുമ്പോൾ എന്ത് നിലപാടാണ് ഇക്കാര്യത്തിൽ അധികാരികൾ സ്വീകരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.